സോ ആസ് എ സൈഡ് ഒക്ടോബർ 7 ആരും മറക്കാൻ ആഗ്രഹിക്കുന്ന അന്നവരുടെ കാര്യങ്ങളെല്ലാം അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. സോ മറക്കേണ്ടവർ കണ്ണുടച്ച് ഇരുട്ടാക്കുന്ന ടീമിനോട് എനിക്കൊന്നും പറയാനില്ല. സോ ഏത് ബുക്കിലാണ് പിന്നെ സ്ത്രീകളെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ തന്നെ പറയാം. ഹമാസിന് വേണ്ടിയിട്ടിവിടെ മുറവിളി കൂട്ടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ കേരളത്തിലും ഈ പറയുന്ന ഇന്ത്യയിലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ അതൊരു ബുക്കല്ല, മനസ്സിലായില്ലേ? സോ അതവർ ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ബീൻ സെക്ഷലി ഹരാസ്ഡ് ബൈ ഹമാസ്, മനസ്സിലായില്ലേ? ഹമാസ് മാത്രമല്ല, ഈ പറയുന്ന ഒക്ടോബർ 7 അവർ ഹോസ്റ്റേജസിന് വിട്ടുകൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അവർ ഇസ്രായേലും കാര്യങ്ങളും അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഫണ്ടിങ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എങ്ങനെയാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ സിമ്പിൾ. ഞാൻ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് എനിക്ക് ഡീപ്പായിട്ട് അറിയാൻ പറ്റും, അത്രയും നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതൊരു ലൈറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവർ ബ്ലാക്ക് മാർക്കറ്റിൽ ഓയിൽ വെക്കുന്നുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ചൈനീസ് ഗവൺമെൻറ്റിന് ഇവർ ഓയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവരെ ക്രൂഡ് ഓയിലാണ് ലോകത്ത് ഏറ്റവും എന്ന് പറഞ്ഞിട്ട് റിഫൈൻ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓയിൽ എന്ന് പറയുന്നത് ഇറാനിയൻ ഓയിലാണ്. ഓക്കെ, സോ അതിവർ ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട്. സോ അതേമാതിരി തന്നെ ചൈനക്ക് കൊടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫണ്ടിങ് ഇവർക്ക് ഇറാന് കിട്ടും. അതുമാത്രമല്ല, ഇവർക്ക് ടെററിസ്റ്റിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ കൺട്രീസ് വേറെയുണ്ട്. തുർക്കി വൺ ഓഫ് ദ എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇവർ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. ഈ ഫണ്ടിങ്ങും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മിസൈൽസ് വാങ്ങിക്കുന്ന ഇടുന്ന റഷ്യ എന്നല്ല. സോ ദേ വാണ്ട് ചീപ്പ് മിസൈൽസ്. സോ വെയർ യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ്? ചൈനയിൽ നിന്ന് തന്നെയാണ്. ബേസിക്കലി അവർ കൊടുക്കുന്ന പൈസ അവർ തന്നെ എന്ന് പറയേണ്ടത് തിരിച്ചെടുക്കുന്നുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് ഓയിൽ കിട്ടുകയാണ് ചൈനീസ് ഗവൺമെൻറ്റിന് ചെയ്യുന്നത്. സോ ഈ ഫണ്ടിങ് കാര്യങ്ങൾ ഇറാൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസൈൽ സപ്ലൈ, ഡ്രോൺ സപ്ലൈ, പിന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവർ സപ്ലൈ ചെയ്യുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്, വേൾഡ് UN അല്ലെങ്കിൽ വേൾഡ് ഓർഗനൈസേഷൻ അംഗീകരിച്ച ടെററിസ്റ്റ് ഗ്രൂപ്പിനാണ് ഈ പറയുന്ന പിന്നെ ഫണ്ടിങ്, ഈ പറയുന്ന മിസൈൽസ് അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ എന്ന് പറയുന്ന കാര്യങ്ങളും ഈ പറയുന്ന ഇറാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള, പിന്നെ ബോക്കോ ഹറാം, അൺലിമിറ്റഡ് ആണ്, ലൈക്ക് എണ്ണിയാൽ തീരാത്ത എന്ന് പറയേണ്ടത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിൻ്റെ എന്ന് പറയേണ്ടത് തല എന്ന് പറയുന്നത് ഇറാനാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇല്ലാണ്ടായിട്ടുള്ളത്. IRGC ഒരു യൂണിഫോം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു സോൾജർ ആകുന്നില്ല. ഒരു സോൾജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ കൺട്രിയിലെ എല്ലാ ആൾക്കാരെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവർ ആദ്യം തന്നെ. സോ അവരത് ചെയ്യുന്നില്ല. അവർ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവരാൾക്കാർ അവരെ തന്നെ കൊല്ലുന്നുണ്ട്. സോ ദേ cannot be called as soldiers. IRGC ഗാർഡ് അവർ എന്ന് പറയേണ്ടത് ഗുഡ് ഗാർഡ് എന്ന് പറയുന്നത് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഇട്ട ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്, ജസ്റ്റ് ലൈക്ക് നോർമൽ ടെററിസ്റ്റ് ഫുൾ ഫേസ് കവർ ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിലായിരിക്കും വരുന്നത്. ഇവർക്ക് പേരിന് ജസ്റ്റ് ഇറാൻ്റെ എന്ന് പറയേണ്ടത് ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം. മനസ്സിലായില്ല? പാർട്ട് 1 കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇന്ന് ഇസ്രായേൽ ഇറാനെ അടിച്ചിട്ടില്ലെങ്കിൽ, ലൈക്ക് ഇറാനെ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞിട്ട് എക്സ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇസ്രായേലിന് പിടിച്ചേക്കാൻ പറ്റില്ല. ഇസ്രായേൽ ഓരോ കോടിയും എന്ന് പറഞ്ഞിട്ട് അവർ ചിലവാക്കി കൊണ്ടുവയ്ക്കുന്നതാണ്. സോ വൈ ടു സ്പെൻഡ് ദിസ് മച്ച് ക്രോസ്? ലൈക്ക് അവർക്ക് സിമ്പിളായിട്ട് തീർക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ടെങ്കിൽ. സോ ഇത്രയും ജനങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതൽ അവിടെ. നിയർലി ബൈ 20,000 ഓഫ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഡാറ്റ സോഴ്സ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന 20,000 നിങ്ങൾ എത്ര ആൾക്കാർ എന്ന് പറയേണ്ടത് കൊലപ്പെട്ടിട്ട് കണ്ടിട്ടുണ്ട്? കൊലപ്പെട്ടിട്ടുള്ള സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടീൻ്റെ എന്ന് പറയേണ്ടത് വീട്ടിലേക്കും ഈ പറയുന്ന സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള എന്ന് പറയേണ്ട അംഗീകാരങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ പേര് വരെ സൗമ്യ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറന്നിട്ടുണ്ടാവും, ഞാൻ മറന്നിട്ടില്ല. മനസ്സിലായില്ലേ? എനിക്ക് പറയാൻ യാതൊരു പേടിയില്ല. സോ ഐ എം നോട്ട് ഫണ്ടഡ് ബൈ എനി വൺ. അങ്ങനൊരു ഫണ്ടിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കുകയില്ല. മനസ്സിലായില്ലേ? ഐ സ്പീക്ക് ദ റിയാലിറ്റി, ഐ സ്പീക്ക് ദ ട്രൂത്ത്. അതിൽ എനിക്ക് ജയിലിൽ പോകേണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, എനിക്കത് എൻ്റെ തല പോകേണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഐ ഡോണ്ട് കെയർ. മനസ്സിലായില്ലേ?
ദിസ് ഈസ് ദ റിയാലിറ്റി. ഇതൊന്നും മനസ്സിലാക്കാണ്ട് നിങ്ങൾ ചുമ്മാ റാൻഡമായിട്ട് ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്, ഈ പറയുന്ന IRGC ഫോഴ്സ് ലൈക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. സ്റ്റോപ്പ്.